പോയി നോക്കാനോ കാവുകളിലേക്ക് പോലും നോക്കാനോ ഒന്നും നമ്മൾ ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും എല്ലാം നമ്മൾ നേരത്തെ തന്നെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്കത് പറഞ്ഞു കൊടുക്കാനും ആ വഴി കാട്ടിക്കൊടുക്കാനും ആരുമില്ല. പക്ഷെ കുട്ടികൾ അതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഒരു അനുഭവത്തിൽ ക്യാമ്പുകളിൽ വരുന്ന കുട്ടികൾ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ക്യാമ്പുകളിൽ വരുന്നത് ഈ കാട്ടിനകത്തൂടെ നടക്കാനും ട്രക്ക് ചെയ്യാനും പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും അവർക്ക് ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാറ്റും വായുവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രകൃതിയോടൊപ്പം ചേർന്ന് കാടും കാട്ടാറും ഒക്കെ താണ്ടി നടക്കാനും ഒക്കെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായും അതിലേക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടികൾ വരുന്നത്. അല്ലല്ലോ ഈ നടക്കണമെങ്കിൽ ഇത്രയും കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ടാവും. അതൊക്കെ ഈ കുട്ടികൾ താണ്ടാൻ ഉത്സാഹിക്കുന്നത് ആ ശുദ്ധവായു ഒരു പിടിച്ചു കെട്ടിയ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി സ്വതന്ത്രമായ ഒരു ശുദ്ധവായു ശ്വസിക്കുവാൻ അവർക്ക് അവസരം കിട്ടുന്നത് കൊണ്ട് ആ മേഖലയിലോട്ട് അവരൊന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരത് ആ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ച് പ്രകൃതിയിലേക്കുള്ള ഒരു മടക്കത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ എന്തുകൊണ്ടോ നമ്മുടെ സാഹചര്യങ്ങൾ ഇപ്പം നിലവിൽ അതിന് അനുകൂലമല്ലാത്തത് കൊണ്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ വാട്ടർ തീം പാർക്കുകളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകും. വാസ്തവത്തിൽ അതാണ് ഉല്ലാസം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അതിനകത്ത് ഒരുപാട് അതിൻ്റെതായ രീതിയിലല്ല അത്തരത്തിൽ പറയാം. പക്ഷേ സ്വതന്ത്രമായ പ്രകൃതിയുടെ ഒരു വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കൊണ്ടുപോയി കുട്ടികളെ കുളിക്കാൻ അനുവദിക്കാനോ കാണാനോ അനുവദിക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം യമാസിൻ്റെ അഡ്വഞ്ചർ ട്രെയിനിങ് കൊടുക്കുന്നത് ഇവിടെയുള്ളവരാണോ അതോ പുറത്തുനിന്ന് ട്രെയിനിങ് കിട്ടിയോ? അല്ല, ഞങ്ങളുടെ തന്നെ പുറത്ത് നാഷണൽ അഡ്വഞ്ചർ അക്കാഡമിയിൽ നിന്ന് പരിശീലനം നേടിയവരുണ്ട്. നമ്മുടെ പരിശീലനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മോടൊപ്പം വരുന്നവരുണ്ട്. മെജോറിറ്റി സ്കൂൾ ടീച്ചേഴ്സാണ്. അവർ ലേഡീസ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്. അവർ തന്നെയാണ് പരിശീലനം കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിപാടി. ഇവിടുന്ന് തന്നെ ഇവിടെ കാര്യങ്ങൾ പഠിക്കുന്നു, അവർ തന്നെ അവരെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു മുദ്രാവാക്യം വരുന്നത്. അങ്ങനെ ഒരു പ്രസ്ഥാനമായി മാറണം എന്നുള്ളതാണ് ആഗ്രഹം. നെയ്യാറ്റിൻകരയാണ് ഓഫീസ്. അപ്പം കൂടുതൽ കുട്ടികൾ ഇപ്പം മറ്റ് ജില്ലകളിലുള്ള കുട്ടികളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ബ്രാഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ? ബ്രാഞ്ചസ് ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് സ്ഥലത്തും പോയി ക്യാമ്പ് നടത്തത്തക്ക രീതിയിൽ ഒരു ടീമിനെ സജ്ജീകരിച്ചുകൊണ്ട് അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഞങ്ങൾ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മരുത്വാമല, അതുപോലെ കോവളത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് കോസ്റ്റൽ ഏരിയ വഴി നടന്ന് 5 ദിവസം കൊണ്ട് കുട്ടികൾ താണ്ടി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, മുഴുവൻ കോസ്റ്റൽ ഏരിയയിൽ കൂടി. അപ്പോൾ അത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ ഞങ്ങൾ കോസ്റ്റൽ ട്രക്കിംഗ് ക്യാമ്പുകളുണ്ട്, അഡ്വഞ്ചർ ട്രക്കിംഗ് ക്യാമ്പുകളുണ്ട്, റോക്ക് ക്ലൈംബിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്ന ക്യാമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഡിസാസ്റ്റർ മാനേജ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന ക്യാമ്പുകളുണ്ട്. ഇപ്പോൾ അഡ്വഞ്ചർ ബേസ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. നമുക്കൊരു പുഴ മറികടക്കണം, ഒരു പ്രശ്നം, ഒരു സാഹചര്യത്തിൽ ഒറ്റ റോപ്പ് ഉണ്ടെങ്കിൽ അത് കെട്ടിയിട്ട് മറികടക്കാൻ ഈ കുട്ടികൾ പ്രാപ്തമാവുകയാണ്. അതാണ് ഞങ്ങളുടെ ഈ കമാൻഡർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുടെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കൾ എങ്ങനെയാണ് ഇതിനോട് എത്രത്തോളം? കുട്ടികൾ 20 ക്യാമ്പുകളിലും 30 ക്യാമ്പുകളിലും പങ്കെടുത്ത കുട്ടികളുണ്ട്. തീർച്ചയായും അത് പെൺകുട്ടികളുമുണ്ട്. രക്ഷിതാക്കൾ വളരെയേറെ സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന രക്ഷിതാക്കൾ അവർ തന്നെ, കാരണം ഇതിൽ കൂടുതൽ ഭാഗവും കുട്ടികൾക്ക് വേണ്ടി ഒരു ഏജൻസിയും സാമ്പത്തിക സഹായം ചെയ്യുന്നില്ല. അത് ഞങ്ങളുടെ ഒരു വിഷമമാണ്. യുവജനങ്ങൾക്ക് വേണ്ടി നെഹ്റു കേന്ദ്രീയ യൂത്ത് വെൽഫെയർ ബോർഡൊക്കെ ചെറിയ ക്യാമ്പുകൾക്ക് സഹായം കിട്ടും. അപ്പോൾ അവർക്ക് സൗജന്യമായിട്ട് നടത്താൻ കഴിയും. കുട്ടികൾക്ക് വേണ്ടി ഒരു ഏജൻസിയും കേരളത്തിലോ ഇതിലോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും നിലവിൽ സാമ്പത്തിക സഹായം ചെയ്യും. അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി വരുന്നു. രക്ഷിതാക്കൾ അത്രയും കാശ് തരുന്നു. 200 300 രൂപയായാലും രക്ഷിതാക്കൾ അത് അടച്ച് ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. യൂത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? കുട്ടികൾ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 3-4 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് പ്രത്യേക ട്രെയിനിങ് നടത്തുന്നുണ്ട്. നെഹ്റു കേന്ദ്രീയമൊക്കെ ആയിട്ട് സഹകരിച്ച് നടത്തുന്നുണ്ട്. ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്സിന് വേണ്ടി ട്രെയിനിങ് നടത്തും. നമ്മുടെ ലീഡേഴ്സിന്റെ അഭാവവും അത്തരം കാര്യങ്ങളും നമുക്കറിയാം. പ്രത്യേകിച്ച് യുവജനങ്ങൾ വഴിമാറി പോകുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. യുവാവായി കഴിയുമ്പോൾ സാഹസികത ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ തീവ്രവാദമടക്കമുള്ള കാര്യങ്ങളിലേക്ക് യൂത്ത് പോകുന്നത്. അവർക്ക് അവിടെ ഒരു സാഹസികത, അവരുടെ കഴിവ് പരീക്ഷിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. തീർച്ചയായും അതിന് മാറിക്കൊണ്ട് റോപ്പ് ക്ലൈംബിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പുകളിലൂടെയോ അവനെക്കുറിച്ച് അറിയുന്നതിനും അവൻ്റെ കഴിവുകൾ പരിശീലിപ്പിക്കുന്നതിനും ഒരു ഏകാഗ്രത സിറ്റുവേഷനിലേക്ക് അവനെ കൊണ്ടുവരുന്നതിനും സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂത്തിന് പരിശീലനം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് റെഡ് റിബൺ ക്ലബ്ബുണ്ട്, നെഹ്റു കേന്ദ്രീയമായി സഹകരിച്ച് ബ്ലഡ് ആവശ്യമുള്ളവർക്ക് എപ്പോഴും കൊടുക്കാൻ സാധിക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ഫോറം ഉണ്ട്. അതിൽ യൂത്തിനെയൊക്കെ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ടീനേജ് ക്ലബ്ബുണ്ട്, മെഡിക്കൽ കോളേജിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുമായി സഹകരിച്ചുകൊണ്ട് 5 സ്ഥലങ്ങളിൽ പിന്നെ ടീനേജ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ കൗമാരപ്രായക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അവർക്ക് അതുമായി ബന്ധപ്പെട്ട പരിഹാരം കാണുന്നതിനുമൊക്കെ അവസരം ലഭിക്കുന്നതിന് തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ യൂത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടികളിപ്പോൾ മാനുഷികപരമായ സേവനങ്ങൾക്ക് പ്രേരണ നൽകുന്നുണ്ട്. എങ്ങനെയുള്ള പ്രവർത്തനം? ഇപ്പോൾ കുട്ടികൾക്ക് എന്നല്ല, നമ്മളെ മുതിർന്നവർക്കും ഇല്ലാത്തൊരു കാര്യം, ഒരുപക്ഷെ ഞാനൊക്കെ തിരിച്ചു ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ പഠിപ്പിക്കുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ അധ്യാപകരുടെ ആദ്യ ക്ലാസ് കുറച്ച് കാര്യങ്ങളൊന്നും ഈ സേവനത്തെക്കുറിച്ചോ മൂല്യത്തെക്കുറിച്ചോ പഠിപ്പിച്ചിട്ടേ പാഠത്തിലേക്ക് കിടക്കും.
ഇപ്പൊ തിരിച്ചാണ് സ്ഥിതി. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സമയമില്ല. പോർഷൻ തീരുക എന്ന് പറയുന്ന ഒരു കടമ്പ മുൻപിലുള്ളതുകൊണ്ട് അതിലോട്ട് പോകും. അപ്പം എത്ര പഠിച്ചിറങ്ങിയാലും മനുഷ്യ അവകാശത്തെക്കുറിച്ചോ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. നമ്മുടെ ക്യാമ്പുകളിൽ ഞങ്ങൾ ചെയ്യുന്നത് അവരെ ഒരു സർവീസ് ചെയ്തിരിക്കും. ഇപ്പൊ ഈ ക്യാമ്പുകളിലൊക്കെ തന്നെ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രമൊക്കെ അവർ തന്നെ കഴുകി വെക്കുന്ന സാഹചര്യം ഞങ്ങൾ നടത്തി. അല്ലെങ്കിൽ ആ ക്യാമ്പ് പ്ലേസിൽ എവിടെയെങ്കിലും ഒരു സർവീസ് ചെയ്തിട്ട് എന്ത് ക്ലീനിങ് ആയാലും ശരി, ബാത്റൂംസിൻ്റെ ആയാലും ശരി, മറ്റെന്തെങ്കിലും ശരി, ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്കൂളിലാണ് ക്യാമ്പ് ചെയ്യുന്നതെങ്കിൽ അവിടേക്ക് കയറി പോകുന്ന ഒരു വഴി പക്ഷേ നമ്മൾ ക്യാമ്പ് കഴിയുമ്പോൾ അത് മാറ്റിയിരിക്കും. അങ്ങനെയുള്ളൊരു സർവീസ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ മനസ്സിൽ ഇത് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണം, ഞങ്ങൾ സൈലന്റ് വാലിയിലേക്ക് ക്യാമ്പിന് പോയി. എനിക്ക് മനസ്സിൽ പറ്റിയത് ഒരു കാര്യമാണ്. അപ്പോൾ പോയ അവസരത്തിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, അവിടെ പോകുന്നിടത്ത് ചില സ്ഥലത്ത് ഞാനും നമ്മുടെ 1-2 ആളുകൾ നടന്ന അവസരത്തിൽ അവിടെ ഈ കാളയുടെ കല്ല് കഴിയുന്ന ഡാലോ എന്ന് സാധനമുണ്ട്, അങ്ങനെ കിടക്കും. അപ്പോൾ അത് സ്കൂട്ടറോ 2 വീലറോ സൈക്കിളോ വന്നു കഴിഞ്ഞാൽ ഇത് പഞ്ചറാകും, സ്വാഭാവികമാണ്. അതിന് പോകുന്നിടത്ത് തന്നെ ഇത് ഒട്ടിക്കാനുള്ള ആളും ഇരിപ്പുണ്ടാവും. അപ്പം ഞാൻ 2-3 കുട്ടികളെടുത്ത് പോയി, നമുക്കിത് ഒന്ന് കിട്ടി, ഇനി നിങ്ങളെല്ലാവരും കൂടി നോക്കുക. ഒരു 10-20 അവിടെ നിന്ന് പെറുക്കി മാറ്റാൻ കഴിഞ്ഞു. അത് സാഹചര്യം അപ്പോൾ കുട്ടികളെ മനസ്സിൽ തോന്നി. എവിടെ സഞ്ചരിച്ചാലും അവരത് ചിന്തിക്കുന്നു, നോക്കുന്നുണ്ട്. പിന്നെ പ്രകൃതിയുമായിട്ട് സഹകരിക്കാൻ കഴിയും. കണ്ണൂർ ക്യാമ്പിന് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടായ ഒരു കാര്യമാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഞാനിപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ബസ്സിലൊക്കെ കയറുമ്പോൾ കുട്ടികളും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വെള്ളിമൂങ്ങയെ ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പെട്ടിയിലാക്കിയിട്ട് വിദേശത്തേക്ക് കടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഇപ്പം ഈ അടുത്തിടെ വന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ലോകകാലത്തുണ്ടായപ്പോൾ ഇത് എന്തോ കൊണ്ടുപോയി ഒരു മന്ത്രവാദത്തിന് വിധേയമാക്കിയാൽ പത്രങ്ങളിലൊക്കെ വന്നതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് പറഞ്ഞു കൊടുത്തു. കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എവിടെ പെട്ടി കണ്ടാലും അതിലെന്താണ് സാഹചര്യം എന്ന് ചോദിക്കാൻ. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. നമ്മുടെ പല സ്ഥലത്തും അജ്ഞാതമായ ഒരു ബോക്സ് കൊണ്ട് വെച്ചിട്ട് ആ ബോക്സിനെ വലിയ ബോംബായിരിക്കാം, എന്തായിരിക്കാം, പക്ഷെ ശ്രദ്ധിക്കാൻ കുറിച്ച് സാധിക്കുന്നു. അടുത്ത വീട്ടിൽ വിളി കേട്ടാൽ പോലും ശ്രദ്ധിക്കാത്ത ഒരു സമൂഹം വളരുന്ന ഒരു രീതിയിലാണ് നമ്മൾ. അപ്പോൾ അതിന് മാറ്റം വരുത്താൻ അവർക്ക് കഴിയുന്നു. അതൊക്കെ സോഷ്യൽ സർവീസിന്റെ ഭാഗമാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം കുട്ടികൾ പ്രകടമായ മാറ്റം നിങ്ങൾക്ക്? തീർച്ചയായും എനിക്ക് പ്രകടമായ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ സ്വഭാവം വൈകല്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പഠനത്തിൽ മോശമായ കുട്ടികളുണ്ടാവാം. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ലഭിക്കുന്ന ഈ പരിശീലനം കൊണ്ട് അവരുടെ അത്തരം ചിന്തകളൊക്കെ മാറി നല്ല കുട്ടികളാകുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ക്യാമ്പിൽ ഒരു കുട്ടി കടന്നു വന്നപ്പോൾ ആ കുട്ടി ഒരു പക്ഷേ ക്യാമ്പിലേക്ക് വരുമ്പം തന്നെ ഈ പാൻപരാഗ് പോലുള്ള സാധനങ്ങൾ, മദ്യം, ഇതൊക്കെ കൊണ്ടുവന്നിരുന്നു ബാഗിൽ. സ്കൂൾ കുട്ടിയാണ്, പക്ഷേ ആ ക്യാമ്പിൽ സാധാരണഗതിയിൽ ആ ക്യാമ്പിൽ അവനെ പുറത്താക്കും. ഞങ്ങൾ പുറത്താക്കാൻ തയ്യാറായില്ല. അവനെ അതിൽ നിന്നൊക്കെ മാറ്റി, അതെല്ലാം മാറ്റിയിട്ട് ഉപദേശിച്ചു, നല്ല രീതിയിലായി. പക്ഷെ ഇന്നും ഞങ്ങളോടൊപ്പം ക്യാമ്പുകളിൽ നല്ല രീതിയിൽ ഏറ്റവും നല്ലത് അവൻ്റെ രക്ഷകർത്താവ് പറഞ്ഞതാണ്, ആ ക്യാമ്പ് കഴിഞ്ഞിട്ട് അവൻ്റെ ഇത്രയും മാറ്റം പ്രതീക്ഷിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിതൊക്കെ അറിഞ്ഞു, പറയാതെ എങ്ങനെയെങ്കിലും നന്നാകുന്നെങ്കിലും നന്നാകട്ടെ എന്ന് പറഞ്ഞാണ് വിട്ടതെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കൊരു വലിയ ഇതാണ്, ഞങ്ങളുടെ പ്രവർത്തനത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പോൾ ആ ഒരു രീതി എന്നോട് പറഞ്ഞു തന്നെയാണ്, സാർ എത്ര കാശ് തന്നും ഏത് ക്യാമ്പിനും ഞാൻ വിടാം, പിന്നെ മറ്റൊന്നുമല്ല, ഇവിടെ മദ്യം കഴിക്കാനും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും പഠിപ്പിക്കുന്നില്ലല്ലോ, നല്ല സ്വഭാവം പഠിപ്പിക്കുന്നു, ഇത് മറ്റൊരിടത്തും കിട്ടില്ല എന്ന് രക്ഷകർത്താവ് പറഞ്ഞൊരു സാധനം. അതൊരു മാറ്റം തന്നെയാണ്. ഇനി എന്തൊക്കെയാ, ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഭാവിയിലേക്ക് എന്തെങ്കിലും? ഭാവിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അതിന് ഒന്ന് സ്കൂൾ തലത്തിൽ അഡ്വഞ്ചർ ക്ലബ്ബുകൾ സംസ്ഥാനത്തെ മുഴുവൻ UP ഹൈസ്കൂളുകളിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതി ലഭിച്ചു നടത്തണമെന്നാണ്. തീർച്ചയായും ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ വല്ല സഹായം ലഭിച്ച 2 പേര്, ഒന്ന് ശ്രീ ആനാവൂർ നാഗപ്പൻ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് എന്ന നിലയിൽ ഒട്ടേറെ പദ്ധതികളും പരിപാടികളും രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സഹായിക്കുന്നു. മറ്റൊന്ന് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ MP, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് ഒരുപാട് മേഖലകളിൽ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കും. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വെച്ച ഒരാശയമാണ് സ്കൂൾ തലത്തിലെ അഡ്വഞ്ചർ ക്ലബ്ബുകൾ. അതുകൊണ്ട് അത് വിജയിപ്പിക്കാനുള്ള പ്രയാണം അടുത്ത സ്കൂൾ വർഷം സാഹസിക വർഷമായിട്ട് വിദ്യാലയങ്ങളിലെത്തുക എന്നുള്ള ഒരു പരിപാടിയാണ്. മറ്റൊന്ന്, ഒരു സാഹസിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഒരിടത്തും സാധിക്കാത്തൊരു കാര്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും അധ്യാപകർക്കും ഒക്കെ ഇവിടെ വന്ന് 5 ദിവസം ടെന്റിൽ താമസിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ഒരു ഹൈക്കിങ്ങും മറ്റ് എല്ലാ പരിപാടിയും സാഹസിക പരിപാടിയിൽ ബന്ധപ്പെട്ട് പരിശീലനം നേടിയിട്ട് പോവുകയും, അങ്ങനെ നേടുന്നവർ അവരവരുടെ നാട്ടിൽ, ഇപ്പം സ്കൂളിനടുത്തൊക്കെ ഒരു മലയുണ്ട്, ആ മലയിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി ഒന്ന് കാട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ വയ്ക്കാനൊക്കെ ഉള്ള പരിശീലനം. ഈ വർഷം നീന്തൽ പരിശീലന കോഴ്സ് കുട്ടികൾക്ക് വേണ്ടി നടത്തി. നെഹ്റു യുവകേന്ദ്രയുമായി സംഘടിപ്പിച്ചുകൊണ്ട് 50ഓളം കുട്ടികൾക്ക് പരിശീലനം കൊടുത്തു. അപ്പോൾ അത് പുനരാരംഭിച്ചുകൊണ്ട് ഒരു നീന്തൽ പരിശീലനത്തിന് കഴിയുന്നത്ര ഓരോ പ്രദേശത്തെയും എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് വളർത്തിയെടുക്കുക.
അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി സാഹസികതയും കൂടെ ചേർത്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് സമൂഹത്തിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, സാഹസികതയുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളത്. ഇപ്പം വെക്കേഷനാണ്, എന്തെങ്കിലും യാത്രകൾ അങ്ങനെ എന്തെങ്കിലും? ഇത്തവണ വെക്കേഷന് ഞങ്ങൾ കുട്ടികൾക്കായിട്ട് കുട്ടികളുടെ തന്നെ സംഗമങ്ങൾ ഒരു 5 സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കലാകായിക വസനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കുക, ആ പ്രദേശത്തെക്കുറിച്ച് പഠനം നടത്തുക. അവിടുത്തെ സാഹസിക മേഖലകൾ, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ അറിയപ്പെടാതെ കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അതൊക്കെ കണ്ടെത്തി രംഗത്ത് കൊണ്ടുവരാനൊക്കെ ആ ക്യാമ്പിൽ വേദിയാവും. അത് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഇൻ്റർ സ്റ്റേറ്റ് സാഹസിക ട്രക്കിംഗ് ക്യാമ്പ് കേരളത്തെയും തമിഴ്നാടിനെയും കൂടെ ചേർത്തുകൊണ്ട് നടത്താൻ പരിപാടിയുണ്ട്. അതൊന്ന് കേരളത്തിൽ നിന്ന് ആരംഭിച്ച് പിന്നെ തമിഴ്നാട്ടിൽ കൊടൈക്കനാൽ അവസാനിക്കത്തക്ക രീതിയിലുള്ള ട്രക്കിംഗ് ക്യാമ്പാണ്. മറ്റൊന്ന് കോസ്റ്റൽ ട്രക്കിംഗ് ക്യാമ്പ്, കേരളത്തിൻ്റെ തീരങ്ങൾ, അതുപോലെ രാമേശ്വരം, ധനുഷ്കോടി ചേർത്തുകൊണ്ടുള്ള കോസ്റ്റൽ ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള പരിപാടിയുണ്ട്. മെയ് മാസത്തിൽ അതുപോലെ സോഷ്യൽ സർവീസായിട്ട് ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാമും അതുപോലെ തന്നെ സ്കൂൾ തലത്തിലെ കുട്ടികളെ കണ്ടെത്തി അവരെ നേതൃത്വ പരിശീലനം പരിപാടിയും സംഘടിപ്പിക്കാനുള്ള പദ്ധതി. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടികളെല്ലാവരും നല്ല വ്യക്തിത്വമുള്ളവരായി വളരാൻ സഹായിക്കുന്ന അമ്മാസ് പുതിയ യാത്രകൾക്ക് ഒരുങ്ങുന്നു. എല്ലാവരും പങ്കുചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഒരുപാട് സന്തോഷം ഞങ്ങൾ. സത്യാന്വേഷിയുടെ ആത്മീയമായ അച്ചടക്കത്തിന്റെ ഭാഗമാണ് മൗനം. അറിഞ്ഞോ അറിയാതെയോ ചിലർ സത്യത്തെ മൂടിവെക്കുന്നു, ചിലർ വ്യത്യാസപ്പെടുത്തി പറയുന്നു.